Hi friends, this is Gokul. Welcome to my video blog. നമ്മളെല്ലാവരും മൊബൈൽ ഫോൺസ് ഉപയോഗിക്കുന്നവരാണല്ലോ. ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഞാനും അടക്കം എല്ലാവരും ഈ മൊബൈൽ നമ്പർ ഒരുപാട് പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നമുക്ക് ബാങ്ക് ലോണുകൾ പോർട്ട് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി നിലവിൽ അവൈലബിൾ ആണ്. അത് പലർക്കും അറിയില്ല, അല്ലെങ്കിൽ പലരും അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് നിങ്ങളിപ്പോൾ നിലവിലൊരു ഹൗസിംഗ് ലോണോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ലോൺ നിലവിൽ അവൈൽ ചെയ്ത്, അതായത് ലോൺ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് കരുതുക. അതായത് നിങ്ങളൊരു 3 വർഷമോ 4 വർഷമായിട്ട് ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ടേം ഇനിയും ഒരുപാടുണ്ട്, അടച്ചു തീർക്കാൻ ഒരുപാട് ഇനിയും സമയമുണ്ട്. പക്ഷേ നമ്മളുടെ ബാങ്കിൻ്റെ സർവീസുകളോ അല്ലെങ്കിൽ അവർ ഇപ്പം നിലവിൽ പൊതുവെ മറ്റു ബാങ്കുകളിൽ കൊടുക്കുന്ന, അതായത് നമുക്ക് കിട്ടാവുന്ന ആ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ നിൽക്കുന്ന ബാങ്കിൽ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് അത്തരത്തിലാണ് നമ്മൾ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ നിലവിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിട്ടുള്ള ഒരു ബാങ്കിലേക്ക് നിങ്ങളുടെ നിലവിലുള്ള ആ ലോൺ, അതായത് അതിൻ്റെ ബാലൻസ് എമൗണ്ട് നിങ്ങൾക്ക് അടയ്ക്കാവുന്ന രീതിയിൽ നമുക്ക് ആ ബാങ്കിൽ ഉള്ള നിലവിലുള്ള ആ ലോൺ എമൗണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് എ എന്നൊരു ബാങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ഒരു ലോൺ ഉണ്ട് എന്ന് വിചാരിക്കാം. ബി എന്ന ബാങ്കിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സിവിൽ സ്കോർ, അങ്ങനെയുള്ള നിങ്ങളുടെ നിലവിലുള്ള ഇൻകം, അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ക്രൈറ്റീരിയകളുണ്ട് അതിനകത്ത്. അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബാങ്ക് അത്തരത്തിൽ ലോൺ പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അപ്രൂവൽ തരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിലവിൽ ഇപ്പോൾ ലോണ് അടച്ചുകൊണ്ടിരിക്കുന്ന ആ ബാങ്കിൽ നിന്ന് നിങ്ങളുടെ ലോണിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയായിരുന്നു, അതായത് എന്തൊക്കെയാണ് നിങ്ങളുടെ ടേം കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് ഡോക്യുമെൻ്റായിട്ട് വാങ്ങുക. അത് നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇൻ കേസ് അത് മിസ്സായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബാങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ എ എന്ന് പറയുന്ന ബാങ്കിൽ നിന്ന് വാങ്ങിയ ലോണ് നമ്മളുടെ ഏത് ബാങ്കിലാണോ പുതിയതായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടുത്തെ മാനേജറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത്തരം ഡോക്യുമെൻറ്റുകൾ, നിങ്ങളുടെ നിലവിലുള്ള ഇൻകം സോഴ്സ്, എത്ര നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്, അങ്ങനത്തെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കയ്യിലുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ഈ ബാങ്കിനെ ഏൽപ്പിക്കാം. അതിനുശേഷം അവർ നിങ്ങൾ ആ ക്രൈറ്റീരിയകൾക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ എ എന്ന ബാങ്കിൽ നിങ്ങൾ എത്രയാണോ എമൗണ്ട് അടച്ചിട്ടുള്ളത്, ബാലൻസ് ഇനി എത്ര എമൗണ്ട് ഉണ്ട്, അത് അവർ ചെക്ക് ചെയ്തതിന് ശേഷം ഈ അപ്രൂവൽ ആയിട്ടുണ്ട് എന്ന ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ ബാലൻസ് ഉള്ള എമൗണ്ട് ഇപ്പോൾ ബി എന്ന ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ആ എയിൽ ബാലൻസ് ഉള്ള എമൗണ്ട് ഈ ബി എന്ന് പറയുന്ന ബാങ്ക് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ സെറ്റിൽ ചെയ്തിട്ട് നിങ്ങളുടെ അവിടെ നിന്ന് ഫസ്റ്റ് നിങ്ങൾ എ എന്ന ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഫുള്ള് ഓട്ടോമാറ്റിക്കലി ബി എന്ന ബാങ്കിലേക്ക് വരികയും ബാലൻസ് എമൗണ്ട് നിങ്ങൾക്ക് ആ ബാങ്കിൽ അടച്ചാൽ മതിയാവും. അതായത് ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റുകൾ ഒരുപാട് കുറവ് തരുന്ന ബാങ്കുകളുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റുള്ള ബെനിഫിറ്റ് കിട്ടും. അതുമാത്രമല്ല അത് ഈ ഡോക്യുമെൻറ്റേഷൻ ചാർജുകൾ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. പല ഡോക്യുമെൻറ്റേഷൻ ചാർജുകൾ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ചില ബാങ്കുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഒരു എമൗണ്ട് കൂടി അതിലേക്ക് ആഡ് ചെയ്ത് തരും. ഇപ്പോൾ നിങ്ങൾക്കൊരു ബാലൻസ് ഇനിയുള്ളത് ഒരു 10 lakh ആണ് നിങ്ങൾക്ക് അടയ്ക്കാനുള്ളത്, നിങ്ങൾക്കൊരു 5 lakhൻ്റെ കൂടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 5 lakh കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് പോർട്ട് ചെയ്ത് തരിക. അത്തരത്തിലുള്ള ഓപ്ഷൻസൊക്കെ നിലവിൽ ബാങ്കുകളിൽ അവൈലബിൾ ആണ്. നിങ്ങളെല്ലാവരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ വെറുതെ അത്ര ഒരു ഫണ്ട് കളയണമെന്നില്ല. നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് മലപ്പുറം ICICI ബാങ്കിലെ മാനേജറാണ്, മഹേഷ് സാറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഈ പോർട്ടബിലിറ്റിയുടെ വിശദമായുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.